ഡിയർ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു ടൈപ്സ് ഓഫ് മെറ്റലോപോർഫൈറിൻസ് ആണ് ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ്. ദേ ആർ ടുഗദർ കോൾഡ് ആസ് ഹീം പ്രോട്ടീൻസ്. ഹീം പ്രോട്ടീൻസ് അത് മെയിനായിട്ട് ഹീമോഗ്ലോബിൻ, അത് ഷോർട്ടായിട്ട് HB എന്ന് എഴുതുന്നു, ആൻഡ് മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ ഈസ് ഫൗണ്ട് ഇൻ മസിൽസ് ആൻഡ് ടിഷ്യൂസ് ആൻഡ് HB in blood tissues. Okay, HB is a chromoprotein. It is red colored. മയോഗ്ലോബിന് കളർലെസ് ആണ് മസിൽസിലുള്ളത്. പിന്നെ മസിൽസിന് കളർ വരുന്നത് അവിടെയുള്ള ബ്ലഡ് കാപ്പിലറീസിൽ നിന്നാണ് മസിൽസിന് ചിലപ്പോൾ റെഡ് കളറൊക്കെ വരുന്നത്. മയോഗ്ലോബിൻ ആസ് സച്ച് കളർലെസ് ആണ്. അപ്പം ഇനി ഇതെന്താ ഹീം പ്രോട്ടീൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, മെറ്റലോപോർഫൈറിൻ. ഈ ഹീം പ്രോട്ടീൻ എന്ന് വിളിക്കാൻ കാരണം ദർ ഇസ് എ ഹീം ഗ്രൂപ്പ് ആൻഡ് എ പ്രോട്ടീൻ ഗ്രൂപ്പ്. ഹീം ഗ്രൂപ്പ്, ഈ പ്രോട്ടീൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനിലും മയോഗ്ലോബിനിലും ഉള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് ഗ്ലോബുലാർ പ്രോട്ടീനാണ്. അതായത് കോയിൽഡായിട്ടാണ് പ്രോട്ടീൻ കാണുന്നത്. ലോങ് പ്രോട്ടീൻ ചെയിൻ കോയിൽഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഹീം പ്രോട്ടീൻസിൻ്റെ എന്താണ് ഹീമോഗ്ലോബിൻ്റെ മയോഗ്ലോബിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? അത് നമ്മളതിനെ ഫിസിയോളജി ഓഫ് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ പറയും. ഫിസിയോളജി, അതായത് ഫങ്ഷൻസ്. എന്താണ് ഫങ്ഷൻസ്? നമുക്കറിയാം, ലങ്സിൽ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്ത് ഇരിക്കുന്ന അവസ്ഥയിൽ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ ലങ്സിൽ വെച്ചിട്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പം ഇത് നമ്മൾ പരിശോധിച്ചാൽ ഒരു ഹീമോഗ്ലോബിൻ 4 ഓക്സിജൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യുന്നതായിട്ട് കാണും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് HbO2 4 times. ദിസ് ഈസ് കോൾഡ് ഓക്സിജനേറ്റഡ് ഹീമോഗ്ലോബിൻ. ഇത് ഇൻഹെയിൽഡ് ഓക്സിജൻ. ഓക്കെ, ഇത് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. ഇത് നടക്കുന്നത് ലങ്സിൽ വെച്ചിട്ടാണ്. ഈ ഹീമോഗ്ലോബിൻ ടിഷ്യൂസിലെത്തുമ്പം HbO2 എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ HbO2 4 times ആണ്. ഒരു HBക്ക് 4 ഓക്സിജൻ കണക്റ്റഡാണ്. അത് വന്നിട്ട് മയോഗ്ലോബിനുമായിട്ട്, മസിൽസിലുള്ള മയോഗ്ലോബിൻ, പക്ഷേ ഈ 4 ഓക്സിജൻ ക്യാരി ചെയ്യണമെങ്കിൽ 4 മയോഗ്ലോബിൻ യൂണിറ്റ്സ് വേണം. അത് ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് 4 മയോഗ്ലോബിൻ ഓക്സിജനേറ്റഡ് ഫോം ഉണ്ടാകും. ഹീമോഗ്ലോബിൻ ഫ്രീ ആവുകയും ചെയ്യും. ദിസ് ഈസ് ദ ഫിസിയോളജി, ഫങ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ആൻഡ് മയോഗ്ലോബിൻ. ലങ്സിൽ ഹീമോഗ്ലോബിൻ, ഇൻഹെയിൽഡ് ബ്ലഡിലെ ഹീമോഗ്ലോബിൻ, ലങ്സിൽ ഇൻഹെയിൽ ചെയ്തിരിക്കുന്ന ഓക്സിജൻ, അതിനെ നമ്മൾ ഡയോക്സിജൻ എന്നാണ് വിളിക്കുന്നത്. ബയോളജിക്കലി ഇത് ഡയോക്സിജൻ എന്നാണ് പറയുന്നത്. O2 ഡയറ്റോമിക് ഓക്സിജൻ. അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഓക്സി ഹീമോഗ്ലോബിൻ ബ്ലഡ് വഴി ടിഷ്യൂസിലെത്തുന്നു. ടിഷ്യൂവിൽ സെല്ലുലാർ ഓക്സിഡേഷൻ നടക്കുന്നതിന് ആവശ്യമായ ഓക്സിജൻ സപ്ലൈ ചെയ്യുകയാണ്. ഈ ഹീമോഗ്ലോബിൻ ആ ഓക്സിജനെ മയോഗ്ലോബിന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ 4 ഓക്സിജൻ മോളിക്യൂൾ ക്യാരി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4 മയോഗ്ലോബിനാണ് ഈ ഓക്സിജനെ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ തിരിച്ച് വീണ്ടും ഈ ഹീമോഗ്ലോബിൻ ഓക്സിജൻ ക്യാരി ചെയ്യുന്നു. ഇങ്ങനെയാണ് ബയോളജിക്കൽ ഫങ്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതായത് ഒരു ഹീമോഗ്ലോബിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നത് 4 മയോഗ്ലോബിനാണ്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ഈ പോർഫൈറിൻ റിങ് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ അവിടെ പോർഫൈൻ റിങ്ങിലെ നൈട്രജൻ 4 നൈട്രജൻ ഓഫ് 4 പൈറോൾ റിങ്, ഇതെന്ന് പറയുന്നത്
പൈറോൾ റിങ്ങിൻ്റെ പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വരയ്ക്കാനിത് എളുപ്പമാണ്. നാല് പൈറോൾ റിങ് അങ്ങ് വരച്ചാൽ പിന്നെ ഇത് തമ്മിലൊരു കണക്ഷൻ, CH കണക്ഷൻ. കൂടെ തന്നെ വരച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ CH കണക്ഷൻ. ഇതാണ് നമ്മുടെ പോർഫൈറിൻ റിങ്ങിൻ്റെ സെൻട്രൽ പോർഷൻ. അപ്പോൾ ഇവിടെ ഈ പൈറോൾ റിങ്ങിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നതാണ്. ഇവിടെയാണ് പ്രോട്ടീൻ ചെയിൻസ് വരുന്നത്. എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ ഇത് പൈറോൾ റിങ്ങാണ്. ഞാൻ സൗകര്യത്തിന് റിങ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സർക്കിൾസ് വരച്ചു കൊടുക്കുകയാണ്. ഇത് അതിനെ കണക്ട് ചെയ്യുന്ന CH ഗ്രൂപ്പ്സാണ്. 4 CH ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ നൈട്രജൻ ഇപ്പോൾ ഇവിടെ ഇതൊരു പ്ലെയിനിലാണ് ഇരിക്കുന്നത്. 4 നൈട്രജനും വേണമെങ്കിൽ നമുക്കൊരു സ്ക്വയറിൻ്റെ 4 കോർണേഴ്സിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിചാരിക്കാം. ഇനി നമ്മുടെ സെൻട്രൽ മെറ്റൽ എന്ന് പറയുന്നത് അയണാണ്. ഹീം പ്രോട്ടീൻ എന്ന് പറയുമ്പം അയണാണ്. ഈ അയൺ ഈ 4 നൈട്രജനുമായിട്ട് ഒരു പ്ലെയിനിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടുന്നത് ഇതിൻ്റെ അയൺ എന്ന് പറയുന്ന യൂഷ്വലി ഹെക്സാ കോർഡിനേറ്റ് ആണ്. ഫെറസ് അയണാണ്, ഹെക്സാ കോർഡിനേറ്റ് ആണ്. 6 ലിഗാൻഡ്സ് ആണ് അതിന് വേണ്ടുന്നത്. അപ്പോൾ അതിൻ്റെ 4 ലിഗാൻഡ് പൊസിഷനിൽ 4 നൈട്രജൻ വന്നിട്ടുണ്ട്. ഇനി 5th പൊസിഷൻ ആൻഡ് 6th പൊസിഷനാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ 5th പൊസിഷൻ ഒക്ടാഹെഡ്രലാണെന്ന് പറയുമ്പം ഈ അയണിന് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടാണ് ഒരു ബോണ്ട് വരുന്നത്. അത് സംഭവിക്കുന്നത് ഈ കോയിൽഡ് പ്രോട്ടീൻ ഉണ്ടല്ലോ, ഈ കോയിൽഡ് പ്രോട്ടീനിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഹിസ്റ്റഡീൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് യൂണിറ്റ്, പ്രോട്ടീനകത്ത് പല അമിനോ യൂണിറ്റ്സ് യുണൈറ്റ് ചെയ്താണ് പ്രോട്ടീൻ ചെയിൻ ഉണ്ടായിരിക്കുന്നത്. അത് ഇങ്ങനെ ഗ്ലോബുലാർ പ്രോട്ടീൻ ആയതുകൊണ്ട് കോയിൽ ചെയ്ത് കിടക്കുമ്പം അതിനകത്ത് ഒരു ഹിസ്റ്റഡീൻ യൂണിറ്റ് അത് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഇതൊരു CH2 വഴി ഒരു 5 മെമ്പേർഡ് റിങ്ങിലേക്ക് കണക്റ്റഡ് ആവുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു നൈട്രജൻ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, then another nitrogen here, CH2. ഈ നൈട്രജനുമായിട്ട് there is another bond is formed.